ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗിസ്മോ. നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക സമയം നമ്മളൊരു ടി വിയുടെ മുന്നിലാണ് കഴിച്ചു കൂട്ടുന്നത് അല്ലേ. ന്യൂസ് ആയാലും മൂവീസ് ആയാലും ഓൺലൈൻ കണ്ടന്റ് എൻജോയ് ചെയ്യാനാണെങ്കിലും ഒരു കിടിലൻ ടി വി വാങ്ങാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടി വി ടെക്നോളജീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ CES എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും അധികം കൺസ്യൂമർ ഇലക്ട്രോണിക് കമ്പനികൾ അടുത്ത ഒരു കൊല്ലത്തിന് വേണ്ടി കാണിക്കാൻ പോകുന്ന അവരുടെ പ്രൊഡക്ട്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയാണ് അവർ ഈ CES എന്ന് പറഞ്ഞ ഒരു ഷോയിൽ അവർ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവൻറ്റിൽ മേജർ ടി വി നിർമ്മാതാക്കളായ LG, സാംസങ്, TCL, ഹൈസെൻസ്, പാനസോണിക് എല്ലാവരും 2025 വരാൻ പോകുന്ന ടി വികളിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ടെക്നോളജീസ് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഇന്ന് ഒരു ക്വിക്ക് വീഡിയോയിൽ അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ കൊല്ലമോ അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന കൊല്ലമോ ആയിട്ട് ഒരു പുതിയ ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ ടെക്നോളജീസ് ആണ് ഇനിയുള്ള എല്ലാ ടി വികളിലും എല്ലാ നിർമ്മാതാക്കളും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ടി വി ടെക്നോളജീസിനെ പറ്റി പറയും. OLED, QD, മിനി LED അങ്ങനെയുള്ള ടെക്നോളജീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ട് ഒരു കാര്യങ്ങൾ അറിയാനും ഏത് ടെക്നോളജിയാണ് ഏത് ടെക്നോളജിയേക്കാളും കൂടുതൽ ബെറ്റർ പ്രൈസ് വൈസ് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1-2 വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഞാനിവിടെ ലിങ്കും ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് TCL കമ്പനിയിൽ നിന്നുള്ള ടി വികളൊന്നും നോക്കാം. അപ്പോൾ അവർ പുതിയതായിട്ട് ഇറക്കിയത് QM6K എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള QD മിനി LED ടെക്നോളജി വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഷോയിൽ ഇത് വളരെയധികം നോട്ട് ചെയ്യപ്പെട്ട ഒരു ടി വിയാണ്. കണ്ടൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ ലെൻസ് ഡിസൈനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള LED-യേക്കാളും ഈ കണ്ടൻസ്ഡ് മൈക്രോ LED ഡിസൈന് വളരെയധികം ഒരു ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കുവാൻ സഹായിക്കുന്ന ഒരു പുതിയ റിഫൈൻഡ് ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റെപ്പ് എബവ് ന്യൂ ടെക്നോളജി അല്ലെങ്കിലും ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെയധികം ഇമ്പാക്റ്റ് പിക്ചർ ക്വാളിറ്റിയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. മിനി LED-യിൽ തന്നെ വളരെയധികം നല്ല ബ്രൈറ്റ്നസ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഒരു സ്റ്റെപ്പ് എബവ് ആണ് ഈ ഒരു റിഫൈൻമെൻറ്റ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന മോഡലിൽ C755 എന്ന് പറയുന്ന ഇപ്പം മാർക്കറ്റിലുള്ള TCL-ന്റെ ടി വി QD മിനി LED ടെക്നോളജിയാണ്. അത് വളരെ നല്ല ഒരു ബ്രൈറ്റ്നസ്സും പിക്ചറും ഒക്കെ തരുന്ന ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ബ്രൈറ്റ്നസ് കൊണ്ടുവരുന്ന ഒരു മോഡലാണ് QM6K. പിന്നെ TCL പറയുന്നത് വളരെയധികം കൂടുതൽ ലോക്കൽ ഡിമ്മിങ് സോൺസ് ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ LCD ടി വികൾ കാണുന്ന സമയത്ത് OLED ടി വിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബ്ലാക്ക് ലെവൽസ് മോശമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു മിൽക്കി വൈറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരാനാണ് ഏറ്റവും അധികം ഈ OLED ലെവൽസിലേക്ക് ബ്ലാക്ക് ലെവൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഉള്ള എല്ലാ ടി വി നിർമ്മാതാക്കളും കഠിനമായി പരിശ്രമിക്കുന്നത്. ഇപ്പോൾ TCL-ന്റെ കാര്യം പറഞ്ഞാൽ അവരിപ്പോൾ ഈ പറയുന്നത് ലോക്കൽ ഡിമ്മിങ് സോൺസ് കൂടുതലാക്കിയിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പിക്ചറിൽ വളരെയധികം അവർക്ക് ടൈറ്റായിട്ട് ഈ ലോക്കൽ ഡിമ്മിങ് LED-നെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഡിം ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത് കൂടുന്നതിനനുസരിച്ച് തന്നെ പിക്ചറിനെ വളരെയധികം നല്ല ക്ലാരിറ്റിയോട് കൂടി അവർക്ക് ആ ഒരു ബ്ലാക്ക് ലെവൽസ് വളരെയധികം നന്നായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമുക്ക് വളരെയധികം രസമുള്ള ഒരു പിക്ചറായിട്ടും കളേഴ്സ് നല്ല നല്ല രസമായിട്ടും നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അത് ഈ പുതിയ ടി വിയിൽ TCL കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കളറിൻ്റെ കവറേജ് എടുത്താൽ 98% DCI-P കളർ ഗാമറ്റ് കവർ ചെയ്യുന്നുണ്ടാണെന്ന് പറയുന്നത്. ഗെയിമിംഗ് കളിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ടി വി നോക്കുന്നതെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് തരുന്നുണ്ട്. AMD-യുടെ FreeSync പ്രീമിയം പ്രോ എന്നുള്ള ആ ഒരു ഫെസിലിറ്റി അവർ തരുന്നുണ്ട്. പിന്നെ ഇവർ ചെയ്തിരിക്കുന്നത് ഓങ്ക്യോ സ്പീക്കേഴ്സ് അറിയാമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡിയോ കമ്പനിയാണ്, ഹോം തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ ഇട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു 2.1 ചാനൽ സ്പീക്കേഴ്സ് ഇതിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡോൾബി അറ്റ്മോസ് ഒരു വെർച്വൽ ഇതും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. TCL പറയുന്നത് ഇതിൽ 50 to 98 ഇഞ്ച് സൈസസിൽ കൊണ്ടുവരുന്നതാണ്. $750 US-ലാണ് ഇവരിത് ഒരു പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ TCL അതിൻ്റെ മുകളിൽ ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണ് QM7K. അതായത് നേരത്തെ പറഞ്ഞ QM6K-നെക്കാട്ടും കൂടുതൽ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് 115 ഇഞ്ച് ഭയങ്കര വലിയൊരു സ്ക്രീൻ സൈസും ഒരു ഹോം തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടി വിയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും അവരുടെ പുതിയ QD മിനി LED ടെക്നോളജി തന്നെയാണ്. QM6K-നെക്കാട്ടും കൂടുതൽ ലോക്കൽ ഡിമ്മിങ് സോൺസും
റിഫൈൻഡ് ആയിട്ടുള്ള കളർ കോൺട്രാസ്റ്റും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ്ഗർ, ബോൾഡർ, ബ്രൈറ്റർ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോക്കസാണ് അവർ ഈ ടി വിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് TCL ഈ ടി വികൾ കൊണ്ടുവരാൻ പറ്റുക ഇന്ത്യയിലേക്ക് എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും C755 ഒക്കെയാണ് TCLന്റെ ഒരു മെയിൻ, കുറച്ചും കൂടെ ഒരു ടോപ്പ് പ്രീമിയം TVs ആയിട്ട് ഇവിടെ വിറ്റുപോകുന്നത്. US തന്നെ ഇപ്പം അത് പ്രീ ഓർഡർ സ്റ്റേജിലാണ് US കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഈ ഇയർ ഒരു എൻഡൊക്കെ ആകുമ്പോഴേക്കും സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈമിലേക്കൊക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ നമുക്ക് ഇന്ത്യയിൽ തരുന്ന ഇനി വേറെ ഈ മോഡൽ നമ്പറിലല്ലെങ്കിലും വേറെ മോഡലിലാണ് ഇത് വരുന്നതെങ്കിലും ഈ ഒരു പുതിയ റിഫൈൻഡ് QD മിനി LED ടെക്നോളജി അവർ ബാക്കിയുള്ള സീരീസ് ഓഫ് TVസിലേക്ക് C സീരീസിലേക്ക് കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും ആസ് എ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങുവാൻ. ഇനി അടുത്തത് നമ്മൾ അധികം കേട്ടിട്ടുള്ള നമുക്കറിയുന്ന ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് പാനസോണിക് വളരെയധികം പ്രാവശ്യം കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ ശ്രദ്ധിക്കപ്പെട്ടു. Z95B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OLED TV ഇറക്കിയിട്ടാണ് പാനസോണിക് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ എന്താണ് ഇതിൽ ഇത്രയധികം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി RGB ടാൻഡം ടെക്നോളജി എന്ന് പറഞ്ഞൊരു OLED വെച്ചിട്ടാണ്. യൂഷ്വൽ നോർമൽ OLED TV ടെക്നോളജീനെ കാളും ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് OLED കൂടി ആഡ് ചെയ്തിട്ട് വളരെയധികം ബ്രൈറ്റ്നെസ്സിലും കളറിലും എല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. പാനസോണിക് മാത്രമല്ല ശരിക്കും ആക്ച്വലി ഇത് ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. LG ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചോളും. LG ആണല്ലോ മാർക്കറ്റ് ലീഡർ OLED ടെക്നോളജിയിലെ. LG ആ പഴയ അവരുടെ ഈ ഇപ്പോൾ LG G3 G4 ഉപയോഗിച്ചിരിക്കുന്ന MLA OLED എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് OLED ടെക്നോളജി സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ഇനി അങ്ങോട്ട് ഒരു 4 സ്റ്റാക്ക് ലെയർ OLED ടെക്നോളജിയാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ടെക്നോളജി തന്നെയാണ് ഇപ്പം പാനസോണിക്കും പറയുന്നത്. അവർ ഈ TVയിൽ സെയിം ടെക്നോളജിയാണ് OLED യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അറൗണ്ട് 3700 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരെ HDR പീക്ക് ബ്രൈറ്റ്നസ്സിൽ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ OLEDക്ക് ഏറ്റവും അധികം ഒരു വീക്ക് പോയിന്റ് പണ്ട് മുതൽ 5-6 കൊല്ലം മുന്നേ ഉള്ള ഒരു OLED TVകളിലൊക്കെ ബ്രൈറ്റ്നസ് വളരെ കുറവായിരിക്കും. നമ്മൾ എത്ര കൂട്ടി വെച്ചാലും അല്ലെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാണുവാൻ പിക്ചറൊക്കെ. അപ്പോൾ ആ ഒരു സംഗതി വളരെയധികം പൊളിച്ചിട്ട് ഓൾമോസ്റ്റ് മിനി LED TVകളുടെ ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ റൈവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ LED ടെക്നോളജിയാണ് ഈ 4 സ്റ്റാക്ക് OLED ടെക്നോളജി. അപ്പോൾ പാനസോണിക് അതിന് പ്രൈമറി ടാൻഡം RGB OLED ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ പാനസോണിക്കിലെ ഈ Z95B എന്ന് പറഞ്ഞ മോഡലിലും LGയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള G സീരീസിലും ഈ സെയിം ടെക്നോളജി OLED ടെക്നോളജിയാണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. പാനസോണിക്കിൽ അവർ വേറൊരു ഇന്നോവേഷനും കൂടെ കൊണ്ടുവന്നു. അവരുടെ ഈ ഒരു തെർമൽ ഹീറ്റ് കുറക്കുന്ന ടൈപ്പിൽ ഒരു ഡിഫറെൻറ്റ് റിഫൈൻഡ് ഡിസൈനും കൂടി അവർ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ സബ് വൂഫർ, പണ്ട് സ്പീക്കർ സബ് വൂഫർ ഉണ്ടായിരുന്നത് അവർ മുകളിലേക്ക് TVയുടെ മുകളിലേക്ക് നീക്കിയിട്ട് അവർ കുറച്ചും കൂടെ നല്ലോണം എയർ ഫ്ലോ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കൂടുതൽ ചൂട് പെട്ടെന്ന് തണുത്തിട്ട് ആ പാനലിന് കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പാനസോണിക് TV ഈ TVയൊക്കെ ഇപ്പോഴും ഫയർ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ TCLൽ കുറേ നമുക്ക് ഗൂഗിൾ TV ഓപ്ഷൻസ് കിട്ടും. നേരെ മറിച്ച് പാനസോണിക്കിന് പോവുകയാണെങ്കിൽ ഫയർ TV ആയിരിക്കും. പിന്നെ LG നിങ്ങൾക്കറിയാമല്ലോ, LGൻ്റെ WebOS ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു OLED ടെക്നോളജി എന്തായാലും വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി തന്നെ ആയിരിക്കും പാനസോണിക്കിൻ്റെ ഈ മോഡൽസ് ഒക്കെ. ഇനി നമുക്ക് മാർക്കറ്റ് ലീഡറിനെ നോക്കാം. LGൻ്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് TV സീരീസ് ആണല്ലോ G സീരീസും M സീരീസും. M സീരീസ് G സീരീസ് തന്നെയാണ്. വയർലെസ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എമ്മിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ G3 ആയാലും G4 ആയാലും എല്ലാത്തിലും MLA മൈക്രോ ലെൻസ് എറേ വെച്ചിട്ട് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് LG ഇതുവരെ OLED TVകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ പുതിയ LG G5ൽ അവർ ഈ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ലെയർ OLED ടെക്നോളജി ഒരു പാനലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പാനസോണിക്കും ഇതേ പാനലിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്തായിരുന്നു വെച്ചാൽ LGക്ക് കുറച്ചും കൂടെ പ്രോസസ്സിങ് ചെയ്തിട്ട് അവർ ബ്രൈറ്റ്നസ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് LG G5നായിട്ട് അവർ ട്വീക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ പാനലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. പിന്നെ LG ഇപ്രാവശ്യം ഒരു ഭയങ്കര മാറ്റം വരുത്താൻ പോകുന്നത് എന്താ വെച്ചാൽ LG എല്ലാ TVകൾക്കും വാൾ മൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാം, അതായത് LGൻ്റെ താഴേക്കുള്ള B സീരീസ് C സീരീസ് എല്ലാ OLED മോഡൽസിൽ നിന്നും LG സ്റ്റാൻഡുകൾ ഒഴിവാക്കുക, ടേബിൾ സ്റ്റാൻഡ് ഒഴിവാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ അധികം ആൾക്കാരും സൗണ്ട് ബാറാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ മറ്റേ സെൻട്രൽ സ്പീക്കറും ഇതൊക്കെ ഫ്രണ്ട് സ്പീക്കേഴ്സ് വരുന്ന മെയിൻ
മെയിൻ സൗണ്ട് ബാർ ആക്ച്വലി നമ്മൾ ടേബിളിൻ്റെ മുകളിലാണ് വെക്കുക, ടി വിൻ്റെ താഴെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടേബിൾ സ്റ്റാൻഡ് വരുന്ന സമയത്ത് വളരെയധികം ലോ പ്രൊഫൈലായിട്ട് ഇറങ്ങി നിൽക്കുന്ന ടി വിസ് ആകുമ്പോൾ നമ്മൾ ആ സൗണ്ട് ബാർ ശരിക്കും ടി വിൻ്റെ ഒരു ലോവർ ഭാഗം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. പക്ഷേ കുറച്ചും കൂടെ ഒരു ടേബിളിൽ വെക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്ന അത് ഇഷ്ടപ്പെടുന്ന കൺസ്യൂമേഴ്സും വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി ഇത് ബാഡ് ന്യൂസാണ്. അപ്പോൾ ഇനി അധികം വാൾ മൗണ്ട് ചെയ്യാനാണ് LG അവരുടെ ടി വി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ LG സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ OLED ഈ ഒരു G5 തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കോമ്പറ്റീഷനെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് സർവീസും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ LG തന്നെയാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഇനി സാംസങ്ങിൻ്റെ കാര്യം എടുക്കാം. സാംസങ് S95F എന്ന് പറഞ്ഞ പുതിയ QD OLED ടെക്നോളജി വെച്ചിട്ടുള്ള ടി വിയാണ് അവതരിപ്പിച്ചത്. ഒരു ആൻറ്റി റിഫ്ലക്ഷൻ്റെ മുകളിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ബ്രൈറ്റ് ആയിട്ടുള്ള റൂംസിൽ എസ്പെഷ്യലി ഇപ്പോൾ ടി വി ഒക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ OLED ടി വിയിൽ തന്നെ ഈ ഒരു റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് സാംസങ് പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി LGൻ്റെ OLED പെർഫോമൻസ് ആണ് കുറച്ചും കൂടെ സാംസങ്ങിനെക്കാട്ടും കൂടുതൽ ബെറ്റർ. പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഹയർ പ്രൈസസ് ആണ് സാംസങ്ങിൻ്റെ OLED മോഡൽസ് LGൻ്റെ OLEDനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സർവീസിൻ്റെ കാര്യം എന്തായാലും LGയും സാംസങ്ങും തന്നെയാണ് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ എല്ലാ ബ്രാൻഡ്സും എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഹൈസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഒരു പ്രോമിനൻറ്റ് ബ്രാൻഡിനെ പറ്റി നോക്കാം. ഹൈസെൻസ് അവതരിപ്പിച്ചത് 116 UX എന്ന് പറഞ്ഞ ഒരു പുതിയ ടി വി ആയിരുന്നു. ഒരു ട്രൈക്രോമ LED എന്ന് പറഞ്ഞൊരു പുതിയ RGB മിനി LED എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പോൾ 3 കളേഴ്സിൽ മിനി LEDs ഒരു സിംഗിൾ ലെൻസിൻ്റെ ബാക്കിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബാക്ക് ലൈറ്റ് തന്നെ ഫുള്ളായിട്ട് ഇത് ഈ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും കളർ ഫിൽറ്ററിൻ്റെ കൂടെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെയധികം പ്രോസസ്സിംഗ് പവർ വേണം ഈ ഒരു കളർ ഡിസ്പ്ലേ ചെയ്യാൻ, അത് പ്രോസസ്സ് ചെയ്യാൻ, ഇമേജ് പ്രോസസ്സിങ് ചെയ്യാൻ. ഇപ്പോൾ ഹൈസെൻസ് പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ പുതിയ പ്രോസസ്സർ ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ടി വി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കി അറിയേണ്ടി തന്നെ വരും എങ്ങനെയാണ് ഇത് ഈ കളർ ഡിസ്റ്റോർഷൻ വരാതെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 10,000 nits ബ്രൈറ്റ്നസ് ആണ് ഇത് ഓൾമോസ്റ്റ് ഈ ടെക്നോളജി കൊണ്ടുവരുന്നതെന്നാണ് ഹൈസെൻസ് പറയുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഓഫ് ദ ചാർട്ട്സ് ബ്രൈറ്റ്നസ് ആണ്. അപ്പം ഇത്ര അധികം ബ്രൈറ്റ്നസ് നമുക്കൊരു കൺസ്യൂമർ ഒരു ടി വിയിൽ നമ്മൾ റൂമിൽ കാണുന്ന ടി വിയിൽ വേണമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പിന്നെ BOE പാനലാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഹൈസെൻസ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 4 HDMI 2.1 പോർട്സും ഹൈസെൻസിൻ്റെ ടി വികളിൽ വരാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഹൈസെൻസിൻ്റെ ഏറ്റവും അധികം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസിന് അവർ തരുന്ന ഒരു ടി വി ആണല്ലോ U7 എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ അത് ഇപ്രാവശ്യം പുതിയ വേർഷൻ അവർ സീരീസിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ബ്രൈറ്റ്നസ്സും ലോക്കൽ ഡിമ്മിങ്ങും അഫോർഡബിൾ ഒരു പ്രൈസും ഒക്കെ വെച്ചിട്ട് ഇത് വളരെയധികം നല്ലൊരു മോഡലും ആയിരിക്കും. QM7K TCLൻ്റെ ആ ഒരു മോഡലിന് നല്ലൊരു കോമ്പറ്റീറ്ററും തന്നെയായിരിക്കും ഈ ഹൈസെൻസിൻ്റെ മോഡൽ. പിന്നെ സാംസൂയാണ് ഈ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ വേറൊരു OLED ടെക്നോളജി ഷോക്കേസ് ചെയ്തത്. അതായത് യൂഷ്വൽ OLED ടെക്നോളജി വെച്ചിട്ട് തന്നെ അവർ ടി വിസ് ഇറക്കുകയാണ്. ആ ഒരു നല്ല OLED പെർഫോമൻസ് വളരെ ഒരു ഗുഡ് വാല്യൂ ഫോർ മണിക്ക് അവർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ US മാർക്കറ്റിലൊക്കെ വളരെയധികം പ്രൈസ് കുറച്ച് അവർ കൊടുത്ത് ബാക്കിയുള്ള ബ്രാൻഡ്സിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെയുള്ളത് സോണി ടി വികളാണ്. അപ്പോൾ സോണി ഇപ്രാവശ്യം CES കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തീർച്ചയായും ബ്രാവിയ സീരീസ് OLED കാറ്റഗറിയിലെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് അവർ സ്ഥിരം വരാറ്. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം സംഭവിക്കുക. എപ്പോഴും ഡീൽ ബ്രേക്കർ ആവുന്നത് സോണിയുടെ ടി വികളൊക്കെ പ്രത്യേകിച്ച് OLED ടെക്നോളജി ഉപയോഗിക്കുന്ന ടി വികളൊക്കെ വളരെയധികം സ്റ്റീപ്പ് പ്രൈസിലാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നത്. LGനായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ LG OLED തന്നെയാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ കിട്ടുക. പിന്നെ ഇപ്പോൾ സോണീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാവിയ 9 സീരീസ് ഒക്കെ എടുത്താൽ മിനി LED ടെക്നോളജിയാണ്. പക്ഷെ വളരെയധികം ബാക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സോണിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം പിക്ചർ ക്വാളിറ്റി നന്നായിട്ട് ബാക്കിയുള്ള ഒരു മിനി LED ടെക്നോളജി വെച്ചിട്ട് വരുന്ന ഏത് ടി വിയെക്കാളും നന്നായിട്ട് സോണി ബ്രാവിയ സീരീസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റീപ്പ് പ്രൈസ് റേഞ്ചാണ് സോണിക്ക് ഒരു ഡീൽ ബ്രേക്കറായി മാറുന്നത്. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ 2025 CESൽ എല്ലാ മെയിൻ മാനുഫാക്ചറേഴ്സൊക്കെ അവതരിപ്പിച്ച ടി വി ടെക്നോളജി. എന്തായാലും ഈ കൊല്ലം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കൊല്ലത്തിൽ നമ്മളുടെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ടി വികളിലും ഒക്കെ മോസ്റ്റ്ലി ഈ ഒരു ടെക്നോളജികൾ തന്നെയാണ് വരാൻ പോകുന്നത്. ബഡ്ജറ്റിൽ ആൾക്കാർ നോക്കുന്ന ആൾക്കാർക്ക് TCLും ഹൈസെൻസും ആയിരിക്കും നമ്മുടെ ഒരു
നല്ല ടെക്നോളജി വേണം, ലേറ്റസ്റ്റ് ടെക്നോളജി വേണം, മാത്രമല്ല നല്ലൊരു പ്രൈസ് റേഞ്ചിലും കിട്ടണം, വാല്യൂ ഫോർ മണി വേണം എന്നുള്ള ആൾക്കാർക്ക് ഈ 2 ബ്രാൻഡ്സിലും ആയിരിക്കും അധികം മോഡൽസ് വരാൻ പോകുന്നത്. ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും ബഡ്ജറ്റ് അധികം ഒരു ഇഷ്യൂ അല്ല എന്നുള്ള ആൾക്കാർക്കും ആണെങ്കിൽ ടെക്നോളജി OLED തീർച്ചയായും ഈ 4 സ്റ്റാക്ക് OLED ടെക്നോളജി LGൻ്റെതും പാനസോണിക്കിൻ്റെതുമാണ് ഏറ്റവും അടിപൊളിയായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായും സോണിൻ്റെ OLEDയും അടിപൊളിയായിരിക്കും. പക്ഷേ അത് നമ്മൾ കണ്ടറിയണം എന്താണ് സോണി കൊണ്ടുവരാൻ പോകുന്ന പ്രൈസിങ്ങും എന്താണ് ഈ കൊല്ലത്തിൽ സോണി അവതരിപ്പിക്കാൻ പോകുന്ന ടെലിവിഷൻസ് എന്നുള്ളത്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊല്ലമോ അടുത്ത കൊല്ലമോ നിങ്ങൾ TV അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ TV ഫോക്കസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും TV മോഡൽസിനെ പറ്റിയുള്ള കമ്പാരിസണും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോങ്ക്.